ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. ഇൻഫർമേഷൻ കേന്ദ്രത്തിൽ പോലും ജീവനക്കാരില്ലാത്തത് പലപ്പോഴും സംഘർഷത്തിനിടയാക്കുന്നു. രാത്രികാല പട്രോളിംഗിന് വേണ്ടത്ര ജീവനക്കാരില്ലാത്തതിനാൽ അപകട സാധ്യതയും ഏറുകയാണ്. വരുമാനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് 3ാം സ്ഥാനമാണ് ആലുവ റെയിൽവേ സ്റ്റേഷന്. ജീവനക്കാരുടെ എണ്ണത്തിന്റെ കുറവിലും മുൻപിൽ തന്നെ. റിസർവേഷൻ വിഭാഗത്തിൽ 5 ജീവനക്കാർ വേണമെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ അടച്ചിടേണ്ട അവസ്ഥയിലാണ്. ഇൻഫർമേഷൻ വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് പലപ്പോഴും സംഘർഷത്തിനും കാരണമാകുന്നു. വണ്ടി അനൗൺസ് ചെയ്യാൻ ആളില്ല, ഇൻഫർമേഷൻ എഴുതാൻ ആളില്ല, അവിടെ ചോദിക്കാൻ ആളില്ല, അവർ സ്റ്റാഫില്ലാന്ന് പറയണം. 5 പേര് സിക്ക് ലീവ് ആണെന്ന് പറയണത്. അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കണക്കിന് വണ്ടി നിർത്തുന്നു, സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയണം. അവിടെ കൊരട്ടി അങ്ങാടി മുതൽ എറണാകുളം നോർത്ത് വരെയുള്ള സ്റ്റേഷനുകൾ ആലുവ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കീഴിലാണ്. ഇവിടെ രാത്രികാല പട്രോളിംഗിന് 24 ജീവനക്കാർ വേണ്ടിയെടുത്ത് ഇപ്പോഴുള്ളത് 15 പേർ മാത്രം. ഇതുമൂലം ആലുവ മുതൽ കളമശ്ശേരി വരെ ഇപ്പോൾ രാത്രികാല പട്രോളിംഗ് പലപ്പോഴും നടക്കാറില്ല. മഴക്കാലത്ത് പാളത്തിൽ മരം വീഴുകയോ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയോ ചെയ്താൽ പോലും അറിയാനും വഴിയില്ല. വൻ അപകട സാധ്യതയാണ് ഇത് വരുത്തിവെക്കുന്നത്. ഇവിടെ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകണം എന്നാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കൊല്ലപ്പണിക്കാരുടെ ഒഴിവും നികത്താതെ കിടക്കുകയാണ്. ഇതുമൂലം തകരാറിലായ ലെവൽ ക്രോസുകൾ നന്നാക്കാനും കാലതാമസം വരുന്നു. ആവശ്യത്തിന് ജീവനക്കാരെ ആലുവയിൽ നിയോഗിച്ച് യാത്ര സുഗമമാക്കാൻ വേണ്ട നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മനോരമ